നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് CSS പ്രോപ്പർട്ടീസ് ആണ്. സോ ഞാനിവിടെ കുറച്ച് അൺഓർഡർഡ് ലിസ്റ്റും അതുപോലെ ഒരു ഓർഡർഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യമായി ലിസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നോക്കാം. സോ ഞാൻ ആദ്യമായി അൺഓർഡർഡ് ലിസ്റ്റിനാണ് ഇത് കൊടുക്കുന്നത്. സോ ഡീഫാൾട്ടായിട്ട് നമുക്കിതുപോലെയുള്ളൊരു ബുള്ളറ്റാണ് ലഭിക്കുന്നത്, റൗണ്ട് ആയിട്ടുള്ളൊരു ബുള്ളറ്റാണ് ലഭിക്കുന്നത്. അതായത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഡിസ്ക് ആണ്. സോ ഞാൻ UL ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നമ്മൾ സാധാരണ വരുന്നത് ഡിസ്ക് എന്ന് കൊടുക്കുന്നു. സോ ഡിസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ബുള്ളറ്റാണ് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് സർക്കിളാണ്. സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ലഭിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം വ്യത്യാസം. മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വരുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ നമുക്ക് ഇതുപോലെയാണ് ലഭിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ലിസ്റ്റ് ടൈപ്പ് ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ലിസ്റ്റുകൾ ഇതുപോലെ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഓർഡർഡ് ലിസ്റ്റിന് ഡീഫാൾട്ടായിട്ട് ഓർഡർഡ് ലിസ്റ്റിന് വരുന്നത് 1 2 3 ആണ്. സോ നമുക്കത് ചേഞ്ച് ചെയ്യാം. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. സോ നമുക്ക് അപ്പർ ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ABC ക്യാപിറ്റൽ ലെറ്റർ ലഭിക്കുന്നതാണ്, അപ്പർ കേസിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ലോവർ ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ ഇതുപോലെ ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അപ്പർ റോമൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റോമൻ ലെറ്റർ ഇതുപോലെ ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ലോവർ റോമൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലോവർ ലെറ്റർ ലഭിക്കുന്നതാണ്. സോ ഇതുപോലെ നമുക്ക് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഓരോ ബുള്ളറ്റിന് പകരമായി നമുക്ക് ഇമേജസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് എന്ന് സെലക്ട് ചെയ്യുന്നതിന് ശേഷം URL ഞാൻ കൊടുക്കുന്നു. എൻ്റെ ഇമേജസിൽ എൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഈ ചെക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇമേജാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഇമേജ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ചെറിയ ഐക്കൺ ഇമേജസ് ഉണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് വരുന്നത് ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷനാണ്. സോ പൊസിഷൻ കൊടുക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു ബോർഡേഴ്സ് കൊടുക്കാം. LI ലിസ്റ്റ് ഐറ്റത്തിന് കുറച്ച് ബോർഡേഴ്സ് കൊടുക്കാം. സോ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൊസിഷൻ ചേഞ്ച് ആവുന്നത് കാണാൻ കഴിയുള്ളൂ. സോ ഞാനിവിടെ LI ബോർഡർ ഒരു 1 പിക്സൽ സോളിഡ് ബ്ലാക്ക് കൊടുക്കുന്നു. സോ ഇതുപോലെ നമുക്ക് ബോർഡർ ലഭിക്കുന്നു. സോ നമുക്ക് ULൻ്റെ ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ നമുക്ക് നോർമലി ഇൻസൈഡ് ഒന്ന് കൊടുത്ത് നോക്കാം. ഇൻസൈഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ബുള്ളറ്റ് എല്ലാം ഇൻസൈഡിലോട്ട് പോയി. സോ നമുക്ക് അതുപോലെ OLൻ്റേത് നമുക്ക് ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ ഔട്ട്സൈഡ് ഒന്ന് കൊടുക്കാം. ഔട്ട്സൈഡ് ഒന്ന് കൊടുത്താൽ നമ്മൾ സാധാരണ ഡീഫാൾട്ടായിട്ട് ഈ പുറം ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇൻസൈഡ് ഒന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നതാണ്. സോ നമുക്ക് ബോർഡർ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇതുപോലെ നമുക്ക് ലിസ്റ്റ് സ്റ്റൈലിൻ്റെ പൊസിഷൻ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും ബാക്കി നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബ്ലൂ വയലറ്റ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ അതിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ലഭിക്കുന്നു. സോ അതുപോലെ ഞാൻ OLന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. ബ്രൗൺ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അതിനും ലഭിക്കുന്നു. സോ നമുക്ക് കളേഴ്സും ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ കളർ ഞാൻ വൈറ്റ് കൊടുക്കുന്നു. സോ വൈറ്റ് കളർ ലഭിക്കുന്നു. അതുപോലെ OLൻ്റെ കളർ ഞാൻ യെല്ലോ കൊടുക്കുന്നു. സോ യെല്ലോ കളർ അതിന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ ബാക്കിയെല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച ബാക്കിയെല്ലാ പ്രോപ്പർട്ടീസും ഇതുപോലെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.